ഇക്കാക്ക അതെ, നമ്മുടെ വീട്ടുകാരെ നമ്മുടെ കല്യാണത്തിന് സമ്മതിച്ചില്ലാന്നെങ്കിലേ ഇക്കാക്ക ആരെ കല്യാണം കഴിക്കണേ? ഞാൻ നിന്നെ തന്നെ കല്യാണം കഴിക്കും. ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി നിന്നെ തന്നെ കല്യാണം കഴിക്കും. പിന്നെ എന്നാലേ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ ഒരു പണി അറിയില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇക്കാക്ക ആരെ കല്യാണം കഴിക്കണേ? അപ്പോഴും ഞാൻ നിന്നെ തന്നെ കല്യാണം കഴിക്കും. അതാണ് നിന്നെ ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഭക്ഷണമൊക്കെ പഠിച്ച് എല്ലാം റെഡിയാക്കി നിന്നെ തന്നെ കല്യാണം കഴിക്കും. എന്നാലേ എനിക്ക് എന്തെങ്കിലും ഒരു വൈകല്യം ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയൊക്കെയാണെങ്കിൽ കാക്ക എന്തായാലും വേറൊരു പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കുള്ളൂ. എന്നാൽ ഞാൻ നിന്നെ തന്നെ കല്യാണം കഴിക്കും. നിന്നെ ഇഷ്ടപ്പെട്ടത് എന്തൊന്നാലും നിന്നെ തന്നെ കല്യാണം കഴിക്കും. അങ്ങനെയാണെങ്കിലേ ഞാൻ ഈ സ്റ്റേറ്റിലേ ഇല്ലാന്ന് വിചാരിക്കാം. ഞാൻ വേറൊരു സ്റ്റേറ്റിലാണ് ജനിച്ചതും വളർന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ ഈ കാക്ക ആരെ കല്യാണം കഴിക്കും? ഞാൻ തേടി കണ്ടുപിടിച്ച് നിന്നെ തന്നെ കല്യാണം കഴിക്കും. അങ്ങനെയാണെങ്കിലേ ഞാൻ ഈ ഭൂമിയിലേ ജനിച്ചിട്ടില്ലാന്ന് വിചാരിക്കാം. ഞാൻ ജനിച്ചിട്ടേ ഇല്ല, എവിടേക്കും ഇല്ല, ഈ ഭൂമിയിലില്ല. അങ്ങനെയാണെങ്കിൽ കാക്ക ആരെ കല്യാണം കഴിക്കും? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഇപ്പൊ വേറെ ആരും കല്യാണം കഴിക്കും. അപ്പൊ എന്നെ അല്ലെങ്കിൽ വേറെ ആളെ കല്യാണം കഴിക്കൂലേ ഞാൻ അവിടെ ഇല്ലെങ്കിലോ?